സമസ്തയുടെ നിലപാടുകളിൽ ഉറച്ചുനിന്ന പണ്ഡിതനായിരുന്നു സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായിരുന്ന അന്തരിച്ച പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ എന്ന് സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്ത കോഴിക്കോട് സംഘടിപ്പിച്ച ആലിക്കുട്ടി മുസ്ലിയാർ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അത് നമ്മളൊക്കെ പറയുന്നത് പോലെ അത് തമാശയായി പറയില്ല. ഇത് മഹാന്മാർ സ്ഥാപിച്ചൊരു സംഘടനയാവുമ്പോൾ തീർച്ചയായിട്ടും ആ മഹാന്മാരുടെ പ്രത്യേകമാവുന്ന തിരുനോട്ടവും അവരുടെ മതവും അവരുടെ നിർദ്ദേശങ്ങളും അവർക്കുള്ള ഉപദേശങ്ങളൊക്കെ എപ്പോഴും ഈ സംഘടനകളുണ്ടായതുകൊണ്ട് സമസ്തയുടെ നേതൃനിരയിൽ ആരൊക്കെ വരണമെന്നതിന് പിന്നിൽ ദൈവികമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞു. സമസ്തയ്ക്കെതിരെ പുത്തനാശയക്കാരായ ബിദ്അഈ പ്രസ്ഥാനങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ പണ്ഡിതന്മാർ അത്രമാത്രം ശ്രദ്ധാലുക്കളാവണം. തികഞ്ഞ ജാഗ്രതയോടെയും ലാളിത്യത്തോടെയും ജീവിച്ച പണ്ഡിതനായിരുന്നു ആലിക്കുട്ടി മുസ്ലിയാരെന്നും ജിഫ്രി തങ്ങൾ കൂട്ടിച്ചേർത്തു. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി മുസ്ലിയാർ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അവർക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട്. അവര് ഒരു യഥാർത്ഥ പണ്ഡിതന്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ അവരിലുണ്ടായിരുന്നു. കാരണം അവരുടെ ലാളിത്യം, അവരുടെ താഴ്മ, അവരുടെ വിനയം തുടങ്ങി ഒരു പണ്ഡിതർക്ക് ആവശ്യമുണ്ടാവേണ്ട ഗുണങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട അറിവും അലിവും നിറഞ്ഞ പണ്ഡിതനായിരുന്നു ആലിക്കുട്ടി മുസ്ലിയാരെന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുസ്മരിച്ചു. ഇന്ത്യയുടെ തന്നെ ഒരു പണ്ഡിത പ്രതിഭയായിട്ടും ഇന്ത്യയിലെ ഒരു പാണ്ഡിത്യത്തിന്റെ പ്രതിനിധാനമായിട്ട് മാറി. അദ്ദേഹം ഒരു മതപണ്ഡിതൻ എന്നുള്ളത് മാത്രമല്ല, ഒരു അക്കാഡമിഷ്യൻ എന്നുള്ളതായിട്ട് തന്നെ ഇന്ത്യൻ ഭരണകൂടം അംഗീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു മഹാദേവ. ഈ ഉന്നത പദവികളൊക്കെ ഉണ്ടായാലും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അറിവും അരിവും നിറഞ്ഞ ഒരു പണ്ഡിതനായിരുന്നു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി. സമസ്ത ട്രഷറർ PP ഉമർ മുസ്ലിയാർ കൊയ്യോട്, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് PK മൂസക്കുട്ടി ഹസ്രത്ത് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. ഉമർ ഫൈസി മുക്കം തുടങ്ങിയവർ സംസാരിച്ചു. പ്രത്യേക പ്രാർത്ഥനാ സദസ്സും നടന്നു. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.